നമ്മളിങ്ങനെ പളഞ്ഞി പള്ളീൻ്റെ ഒരു പള്ളിയാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ പുതിയ യാത്ര പോവാണ്. എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തഞ്ചാവൂർ ധനുഷ്കോടി ആ ഭാഗത്തേക്കാണ്. നമുക്ക് ബാക്കി പോയതിന് ശേഷം നോക്കി വെക്കാം. നമ്മൾ പോണ വണ്ടി സ്പ്ലെൻഡറിനാണ് പോണത്. ഒരുപാട് പണി ഇന്നിപ്പോൾ കുറച്ച് ഫുഡ് റെസ്റ്റ് മാറ്റി പിന്നെ സാരികാട് ഒഴിവാക്കി പുതിയ ടിവിയിലൊക്കെ ഇട്ടതിന് ശേഷം ഇനിയിപ്പോൾ ടെൻ്റൊക്കെ ഉണ്ടായില് ഇന്ന് ടെൻ്റൊക്കെ അടിച്ചും ചിലപ്പോൾ. കാരണം കുറച്ചുകൂടെ പോയോക്കട്ടെ. പൊള്ളാച്ചി ഭാഗത്ത് NH എന്നൊക്കെ ടെൻ്റ് അടിച്ചണമെന്നാണ് പ്ലാന്. ഇതുമ്പോൾ ഞങ്ങൾ കൊള്ളിയിൽസ് പോയിരുന്നു. ഷിബിലി എന്ന് പറയുന്ന എൻ്റെ ഒരു പുതിയ ഫ്രണ്ട് എന്നല്ല, നമുക്ക് ഒരുപാട് പരിചയമുള്ള ഒരുപാട് ഞങ്ങളൊപ്പം കടന്നുറങ്ങി ജീവിച്ച എൻ്റെ ഓർമ്മകൾ ഒരുപാട് പറയാനുണ്ട്. ഓക്കെ, നമുക്ക് ഇനി യാത്ര പോകുമ്പോൾ തോറും പറഞ്ഞു പോവാം. എന്തായാലും ഇപ്പം നമ്മൾ പാലക്കാട് കോഴിക്കോട് ഹൈവേയിലാണ്. ഒരു പെട്രോൾ പമ്പിൽ ടോയ്ലറ്റിൽ നിർത്തിയപ്പോൾ ഓനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഓൻ അങ്ങനെ മലപ്പുറത്തെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ പോകുന്നതാണ്. എന്തായാലും നമ്മളിനി പൊള്ളാച്ചി ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ പോയോക്കെ ബാക്കിയുള്ളതൊക്കെ സ്റ്റേ ട്യൂൺ. എല്ലാവരും കൂടെ ഉണ്ടാവണം. ഗൈസ് എണ്ണടിക്കാണ് നമ്മൾ. ബൈ. ഇത് എന്താ ഫുൾ ടാങ്ക് ഒന്നും നോക്കണില്ല. പോണെങ്കിൽ ഫുൾ ടാങ്ക്. അതിന് തുള്ളി തന്നൂടല്ലേ ആ നായ്ക്കളൊക്കെ കുറച്ച് വെറുപ്പിച്ചാനായിട്ട്. പോവാ. അപ്പൊ ബാക്കി കാണാം. ഇനി എന്തായാലും അപ്പൊ ഗായ്സ് അങ്ങനെ ടെൻ്റ് അടിച്ചു. പൊള്ളാച്ചി കഴിഞ്ഞേക്ക് ഒരു 3 കിലോമീറ്റർ പളഞ്ഞ റോട്ടില് നമ്മള് ടെൻ്റ് പരിപാടി കഴിഞ്ഞു. നമ്മളെ സാധനം ഇതൊക്കെ ഈ സൈഡൊക്കെ വെക്കാം. ആൻഡ് ദിസ് ഈസ് മൈ പുതപ്പ്. ആൻഡ് ദിസ് ശിബിലി. ആൻഡ് വി ആർ ഇനി നമുക്ക് നെക്സ്റ്റ് രാവിലെ കാണാം. അപ്പോൾ ഗായ്സ് ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ചിരുന്നേ. അങ്ങനെ ടെൻ്റ് അടിയും ഒക്കെ ക്ലോസ് ചെയ്ത് വണ്ണം പോകാൻ പറഞ്ഞോട്ടെ. മുതലാളി കുറച്ച് ചോറയാണെന്ന്. അപ്പോൾ നമ്മളിനിപ്പോൾ ടെൻ്റൊക്കെ കഴിഞ്ഞു. വണ്ടിയൊക്കെ ലഗേജൊക്കെ കെട്ടി ഇനിയിപ്പോൾ നേരെ പോവുകയാണ്. എന്തായാലും കുറച്ച് ഇനി പല്ല് തേക്കണം, പിന്നെ മോങ്കക്കണം, ഒന്ന് സെറ്റാവണം ഫുള്ള്. എന്നിട്ട് അതിന് ശേഷം ബാക്കി പരിപാടികൾ നോക്കണം. നമ്മൾ ബേഗ് ഇവിടെ കിടക്കുകയാണ്. ഷോ ഇവിടെ നിറച്ച് പാമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു കാണണം. എന്തായാലും നമുക്ക് ഇനി ഒന്ന് പോയോക്കാം ബാക്കി. പക്ഷെ ഈ ഇതിന് വണ്ടി ഓട്ടാൻ അറിയില്ലല്ലോ. ഇവനെ ഞാൻ വെറുതെ കയറ്റിർത്തിയതൊക്കെ വെറുതെ ഒക്കെ പുതിയ കഴിഞ്ഞില്ലേ എൻ്റെ വണ്ടി ഓട്ടൻ്റെ സാറില്ല കേട്ടോ. വണ്ടി ഓട്ടി ഇറങ്ങിക്കോ. കണ്ട ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇവനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂല. വണ്ടി എന്ന് പറയണത് അത് വണ്ടിപ്രാന്തന്മാർക്കുള്ളൂല്ലേ നമുക്ക് മനസ്സിലാവും. എന്താ ഈ കുളത്തുനിന്നാണ് പോലെ ഈ മോട്ടർ അടിച്ചിട്ട് വണ്ടിയൊക്കെ ഇത്ര. എന്തായാലും ഈ സ്ഥലം ഒരു രക്ഷയില്ല ഗൈസ്, നിങ്ങൾ തന്നെ പറയും. പക്ഷെ ഇവിടെ കണ്ടില്ലേ കാലം എത്ര പിടിച്ചാലും ഗതി പിടിച്ചാത്തവരോ അത് സ്റ്റാർട്ടാവൂല. ഷോക്ക് ഇട്ട് വലേ നമുക്ക് ഗൈസ് പറഞ്ഞു കൊടുക്കാം എങ്ങനെ ഷോക്ക് വിളിച്ച. ഇതിന്റെ ഷോക്ക് എങ്ങനെ അറിയോ? ഈ ഷോക്ക് സാധനം കണ്ടോ? ഇതിങ്ങനെ മേലെ കുടിച്ച കണ്ടോ? ഒന്ന് കാട്ടിക്കാം. അതിന് മേലക്ക് വല്ലേ അപ്പൊ ഷോക്കായി. ഇനി അടി അത് തായും അത് പൊടിച്ചും കൊണ്ട് അടിച്ചണം. ഇനി എന്തിനാ ക്ലച്ചൊക്കെ പൊടിച്ചണോ? ആ എന്നാ ഇനി കേട്ടാ അത് പൊടി ഒരു കൈ കൊണ്ട് എന്നിട്ട് അവിടെ അടി അടേ തിരിച്ചണ്ട നോയിട്ടില്ല വണ്ടി ഒന്ന് അടിയാതെ.
എന്താ പിന്നെ പറയാ. അതിനെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് പല്ലേക്കാം. എന്നാലും ഇതിന്റെ മേലെ ചിലപ്പോ നല്ല വ്യൂ ഉണ്ടാവും. കേറാൻ കൊറേ ഉണ്ടല്ലേ. ഞങ്ങൾ അനാഥ ഗുണ്ടകളല്ല. ആൾക്കാർക്ക് അവിടെ അധികാരം എന്തിനാടെ കൊന്ന് ഇവരുടെ നമ്മളെ പൊടിയോണ്ടല്ല ഇട്ടിക്കണേ. കലക്ക് പാല് തിരിക്കാന്നോ. സിക്കന്ദർ മലല്ലേ ഇതേപോലെ അന്ന് കാലത്ത് ഫുള്ളും മലന്റെ മേലെയാണ് പരിപാടി. ഗൈസ് ഒരു ടവർ പോലെ എനിക്കിത് കണ്ടിട്ട് രസം തോന്നില്ല ശിവലിയെ. അപ്പൊ കേരളത്തിന് വെറുതെ കേരളം തട്ടില്ല. തമിഴ്നാടാണ് ശരിക്ക് തെങ്ങ്. ഗൈസ് ഇതെന്താ ഈ ചട്ടിയില്? ഈ ചട്ടിയിലും കുറച്ച് കല്ലുണ്ട്. രണ്ട് കല്ല്. അപ്പൊ ഗൈസ് നമ്മുടെ നല്ല സെറ്റാണ്. സെറ്റ് 4 പാടം 360 ഡിഗ്രി കാറ്റാടിപ്പാടം ഇതാകണോ. 2 3 4 5 അവിടേക്ക് അങ്ങോട്ട് അങ്ങനെ ഉണ്ട്. നല്ല രസമുണ്ട്, കണ്ണോട് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ രക്ഷയില്ല. അങ്ങനെ ഇവിടെ അവിടെ ഉണ്ട് കുറേ കാറ്റാടിപ്പാടം, ആകാശം, എല്ലാ കാഴ്ചകളും നല്ല രസം. എത്രണ്ണ അവിടേക്ക് കായ് പരിപാടി എങ്ങനെയാണ്. ബൈക്ക് വേറെടുത്ത് സ്റ്റോപ്പ് ചെയ്താ ശിബിലി കടക്കണ കണ്ടില്ലേ ഗൈസ്. ഇതാണ് സ്ഥലം. നല്ല രസമുണ്ട്. നമുക്ക് ഇതെന്താണ് ഇപ്പോല് കൃഷിക്ക് വേണ്ടി തടഞ്ഞു വെക്കണ വെള്ളങ്ങൾ ഇങ്ങനെ തടഞ്ഞു വെക്കാൻ പാടുണ്ടോ? അതിന് അതിൻ്റെ സ്വതന്ത്രതക്ക് വിടേണ്ടതല്ലേ അല്ലേ? നിങ്ങൾ പറയും ഇത്. ഓ ഗൈസ് അവിടെ മറ്റേ താറാവോ എന്തോ സാധനങ്ങളുണ്ട് അവിടെ. അതാക്കണ ഇതാ ഈ വെള്ളത്തില്. ഞാൻ ചെന്ന് നോക്കട്ടെ കേട്ടോ ഗൈസ്. കണ്ടോളി. ഹൗസ് ഇറ്റ് വണ്ടർഫുൾ. യെസ് വി ആർ ഗോയിങ് ടു. നമ്മൾ പോയി നോക്കാം. എൻ്റെ വീടിൻ്റെ അടുത്ത് ഇതേപോലെ ഒരു പാടുണ്ടായിരുന്നു. നല്ല രസമുള്ള കാഴ്ചകളും. ഓ ഗായ്സ് നമ്മളിങ്ങനെ പളഞ്ഞി മല ബാക്കിലതാ. അത് കയറി ഇറങ്ങി. അവിടേക്ക് ക്യാമറയും ഫോണൊന്നും അലോഡല്ല. ഇതിൻ്റെ ഇടത് കാല് ഗായ്സ് ആകെ വറക്കാണ്. രക്ഷയില്ല. അങ്ങനെ കുട്ടികളും ഇവിടെ ഈ പിച്ചെടുക്കണ കുറേ കുട്ടികളുണ്ട്. നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് കുറച്ചെങ്ങാനും സംഖ്യ കൊണ്ട് വരണം. പാവം തോന്നും ചെയ്യും. ഒന്നും അറിയാത്ത പോലെ പോവാണ് നല്ലത്. പിന്നെ ഇതിനായിട്ട് നിൽക്കും. എന്താ ആണോ ഇതെന്നോ വാങ്ങിയാലോ? ഇതെന്നാ കേട്ടോ. ഏത്തരേ മാങ്ങ ശരി. വത്തക്കല്ലേ നേക്ക്? വേണ്ട വേണ്ട. 1 30 2 50. ഇതെത്തരേ?
അതെടുക്കണോ സാറേ ഇതിനോ ഇത് മതി 30 ഇത് പൊടി ഒന്ന് പൂട്ടിയുടെ നായ അപ്പോൾ അവിടെ 30 അതിന് ഇതിന് അങ്ങനെ നമുക്ക് ബാക്കി കിട്ടി ഗൈസ്. അപ്പോൾ നമുക്ക് പോയേക്കാം. ഇതാണ് പളനി. ഇറ്റ്സ് ലൈഫ് ഈസ് ദിസ്. ഒന്ന് അയച്ചെന്താ വെറുതെ പുറത്ത് എന്തൊക്കെയാ തേച്ച് വെച്ചുക കാണോല ആ പൊട്ടിടണ പൊടി തേച്ചുക്കാന്നോണ് എരിയൊന്നും തോന്നൂലല്ലോ. എപ്പോഴും പറഞ്ഞു തിന്ന് എന്തേലും തിന്നാൻ മതി. കണ്ടു വാങ്ങാൻ നോക്കണു പോട്ടെ. വൈബ് തന്നെ ഉള്ളു നമുക്ക്. ഉണ്ടോ നല്ല കാഴ്ചകളുണ്ട്. അങ്ങനെ ഒരു 3 മണി 4 മണിയായി. ഞങ്ങൾ പള്ളീൻ്റെ ഒരു പള്ളിയാണ് ഇവിടെ നിർത്തി ഫുൾ സെറ്റായി. ഇനി ഒരു 200 കിലോമീറ്റർ ഓടാനുള്ളൂ കോടിക്ക്. ഇതിന് ഇടയിൽ പമ്പിൽ നിർത്തുക, ഫുഡൊക്കെ കഴിക്കണം. അത് കുറച്ച് പരിപാടി സംതിങ്സ്. അതിൻ്റെ ചാർജ് എടുത്ത് വെച്ചോ. ഹെൽമെറ്റ് അനാഥരല്ല കുണ്ടകളല്ല എന്തിനാട കൊന്നിട്ട് ഇവരുടെ മക്കളും നമ്മളെ പോലെ തന്തയില്ല. നമ്മൾ എവിടെത്തി? മധുര ടൗണ് കഴിഞ്ഞു. ഈ ഹൈവേയിൽ ഇങ്ങനെ പോയിരുന്നു. ഇനിയിപ്പോൾ നേരെ ധനുഷ്കോടി പോണതാണ്. അത് വണ്ടി ഇവിടെ നിർത്തി ഒരു ഹോട്ടലിൽ തീരെ സൈസില്ല. അതോ ഡയറക്റ്റ് നമ്മളെ കണ്ണനോ നോക്കും നമ്മളെ രാജാവ്. ഇതാണ് ഹോട്ടൽ. അയാൾ ഫുഡ് പൊറോട്ട എടുക്കാന്ന് പറഞ്ഞോക്കണം. വേറെ ഹോട്ടൽ നല്ല രസമുള്ള സാധനം കാണിച്ചാൽ ഗൈസ്. നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് കണ്ടുക്കണം. ഇങ്ങനെ ആരെങ്കിലും കണ്ടുക്കണം ഇങ്ങനെ വളർത്തുന്നത് കാണുമ്പോൾ ഭയങ്കര കൗതുകം തോന്നി. ബിക്കോസ് ഐ ആം എ ഫിഷ് അഡിക്റ്റഡ് അക്വാട്ടിക്സ് ഗപ്പിയാണ്. നല്ല രസമുണ്ട് കാണാൻ ഗൈസ്. ഇവിടെ ഇരുന്ന് നമുക്ക് നമ്മൾ ഇരിക്കാം. എന്നാ പിടിച്ചോ, നീക്കി പിടിച്ചോ, കളിച്ചോ, പൊളിച്ചോ ഗൈസ്. ഭയങ്കര നല്ല രസം. സംഭവനൊക്കെ പരിപാടി ഒരു രാജസ്ഥാനി റീലിലൊക്കെ കാണുന്ന സാധനം. നമ്മളെ വണ്ടി ഇല്ലത്രേ, ഓരോന്ന് അയച്ചു കൊണ്ടുപോയിക്കോണത്ര പേരേക്ക്. എന്താണ് പരിപാടി നടക്കണ ഏരിയ. നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ ഗായ്സ് സീൻ. അപ്പോൾ ബാക്കി നാളെ